ഇടതുമുന്നണിയിൽ നിന്ന് സീറ്റ് ലഭിക്കാത്തതിലെ അതൃപ്തി തുടരുന്നതിനിടെ LJD സംസ്ഥാന കമ്മിറ്റി ഇന്ന് നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം രൂക്ഷ വിമർശനമുയർത്തുമെന്നാണ് സൂചന. പരസ്യപ്രതികരണം നടത്തിയ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രനെതിരായ അച്ചടക്ക ലംഘനമുയർത്തി പ്രതിരോധിക്കാനാണ് മറുവിഭാഗത്തിന്റെ നീക്കം. മനയത്തിനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യം യോഗം ചർച്ച ചെയ്യുമെന്നും ഷേഖ് പി ഹാരിസ് വ്യക്തമാക്കി. ലോക്സഭാ സീറ്റ് ലഭിക്കാത്തതിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പരസ്യവിമർശനമുന്നയിച്ച സാഹചര്യത്തിലാണ് ഇന്നത്തെ LJD സംസ്ഥാന കമ്മിറ്റി. സീറ്റ് ലഭിക്കാതെ പോയത് സംസ്ഥാന നേതൃത്വത്തിന്റെ കഴിവുകേടാണെന്നായിരുന്നു ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രന്റെ വിമർശനം. അച്ചടക്ക ലംഘനമുയർത്തി മനയത്ത് ചന്ദ്രനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കമാകും സംസ്ഥാന പ്രസിഡന്റ് ശ്രേയാംസ് കുമാർ നടത്തുക. മനയത്തിന്റെ ആരോപണം പാർട്ടി ജനറൽ സെക്രട്ടറി ഷേഖ് പി ഹാരിസ് തള്ളി. തെരഞ്ഞെടുപ്പ് രംഗത്ത് LDFന്റെ വിജയത്തിനു വേണ്ടി സജീവമായി പ്രവർത്തിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ തുടർന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചില പരാമർശങ്ങൾ നടത്തി. അതിന് മനസ്സിലാക്കിയിടത്തോളം അത് വ്യക്തിപരമായ പരാമർശങ്ങളായിരുന്നു. സീറ്റ് ചോദിച്ചു വാങ്ങുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് പരാജയം സംഭവിച്ചിട്ടില്ലെന്നും നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിൽ CPM ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ടെന്നും ഷേഖ് പി ഹാരിസ് വ്യക്തമാക്കി. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ മത്സരിച്ചുകൊണ്ടിരുന്ന പരമ്പരാഗതമായ ചില സീറ്റുകളുണ്ട് മലബാർ മേഖലയിൽ. ആ സീറ്റുകളൊക്കെ നമുക്ക് തിരിച്ചു തരുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകൈ CPM എടുക്കുമെന്ന് പറഞ്ഞു. പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള വടകരയിൽ LJD വോട്ടുകൾ മുഴുവൻ P ജയരാജന് ലഭിക്കണമെങ്കിൽ ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രനെ അനുനയിപ്പിക്കേണ്ടതുണ്ട്. ഇതിനുള്ള ചില നീക്കങ്ങൾ CPMന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടെന്നാണ് സൂചന. മുഹമ്മദ് ഷഹീദ്, News 18, കോഴിക്കോട്.